Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡൻ ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. Malabar Golden Diamonds, celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyannur. നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം കാണാം പ്രധാന വാർത്തകൾ. കുളപ്പുറം മുറന്നെടുത്തുചാലിലെ ദേശീയപാത നിർമ്മാണ തൊഴിലാളികൾ താമസിക്കുന്ന മെഗാ കൺസ്ട്രക്ഷൻസ് ക്യാമ്പിലെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ക്യാമ്പിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. മാർച്ച് എം വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. സെൻട്രൽ ആർട്സ് വെള്ളൂരിന്റെ 45ാം വാർഷികത്തിന്റെ ഭാഗമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വാർഷിക പരിപാടിക്ക് തുടക്കമായി. പ്രശസ്ത സിനിമാ താരവും എഴുത്തുകാരനുമായ മധുപാൽ ഉദ്ഘാടനം നിർവഹിച്ചു. കല്യാശ്ശേരി മണ്ഡലത്തിൽ ഔഷധഗ്രാമം 2ാം ഘട്ടം പദ്ധതിയുടെ ഭാഗമായി കൃഷി ചെയ്ത കുറുന്തോട്ടി കൃഷിയിൽ 2ാം ഘട്ടത്തിലും 100 ഏക്കറിൽ 100 മേനി. കുറുന്തോട്ടിയുടെ വിളവെടുപ്പ് എം വിജിൻ MLA നിർവഹിച്ചു. 2.5 പതിറ്റാണ്ടിന് ശേഷം നടക്കുന്ന തൃക്കരിപ്പൂർ രാമവില്യം കഴകം പെരുങ്കളിയാട്ടത്തിൽ അരങ്ങിലെത്തുന്ന പ്രധാന ദേവതകളായ പടക്കത്തി ഭഗവതിയുടെയും ആര്യക്കര ഭഗവതിയുടെയും തിരുമുടിക്കുള്ള കവുങ്ങെഴുന്നള്ളിക്കൽ നടന്നു. തിങ്കളാഴ്ച രാവിലെയോടെ പുലിയന്നൂരിലെ താഴത്ത് വീട് തറവാട്ട് വളപ്പിൽ നിന്നുമാണ് കവുങ്ങ് മുറിച്ചെടുത്ത് രാമവില്യം കഴകത്തിൽ എത്തിച്ചത്. വാർത്തകൾ വിശദമായി. കുളപ്പുറം മുറന്നെടുത്തുചാലിലെ ദേശീയപാത നിർമ്മാണ തൊഴിലാളികൾ താമസിക്കുന്ന മെഗാ കൺസ്ട്രക്ഷൻസ് ക്യാമ്പിലെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ക്യാമ്പിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. മാർച്ച് എം വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. മെഗാ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ അശാസ്ത്രീയ ലേബർ ക്യാമ്പ് അടച്ചുപൂട്ടുക, നാടിന്റെ ശുചിത്വപൂർണമായ അന്തരീക്ഷം നിലനിർത്തുക, പകർച്ചവ്യാധികളിൽ നിന്നും നാടിനെ രക്ഷിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ കുളപ്പുറം മുറന്നെടുത്തുചാലിലെ മെഗാ കൺസ്ട്രക്ഷൻസ് ക്യാമ്പിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. എം വിജിൻ MLA മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കമ്പനിയോട് നിരവധിയായ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പലപ്പോഴായി ആവശ്യങ്ങൾ കേട്ടില്ലെന്ന് നടിക്കുന്ന സമീപനം കമ്പനിയുടെ ഭാഗത്തുണ്ടായപ്പോഴെല്ലാം ശക്തമായ പ്രതിഷേധം ഈ കേന്ദ്രത്തിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ, പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുമുണ്ട്. ഇന്നിതാ വീണ്ടും എന്തുകൊണ്ട് ഇത്തരം ഒരു ശക്തമായ സമരം ഏറ്റെടുക്കേണ്ടതായി വരുന്നു? നമ്മൾ മാധ്യമങ്ങളിലൂടെ കേൾക്കുന്ന വാർത്തയുണ്ട്. മഞ്ഞപ്പിത്തം അത് വളരെ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. ഇവിടുന്ന് ഒഴുകുന്ന മലിനജലം ഈ പ്രദേശത്തുള്ള വീടുകളിലേക്കെല്ലാം ഒഴുകിയെത്തി, കിണറുകളിലേക്കെത്തി, കിണറിന്റെ വെള്ളത്തിന്റെ നിറം മാറുകയാണ്. എ മാധവൻ, AV രവീന്ദ്രൻ, TV ഉണ്ണികൃഷ്ണൻ, MV രാജീവൻ, KV മുരളീകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് MLAയുടെ നേതൃത്വത്തിൽ മെഗാ ക്യാമ്പ് അധികൃതരുമായി ചർച്ച നടത്തി. പുതിയ ടാങ്ക് നിർമ്മിക്കുമെന്നും പൊടിശല്യം കുറയ്ക്കാൻ വെള്ളം തളിക്കുമെന്നും റോഡ് തകർന്ന ഭാഗങ്ങളിൽ അറ്റകുറ്റപ്പണി നടത്തുമെന്നും കമ്പനി അധികൃതർ അറിയിച്ചു. 10 ദിവസത്തിനുള്ളിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരപരിപാടിയുമായി മുന്നോട്ടു പോകുമെന്ന് സമരസമിതി പ്രവർത്തകർ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. സെൻട്രൽ ആർട്സ് വെള്ളൂരിന്റെ 45ാം വാർഷികത്തിന്റെ ഭാഗമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വാർഷിക പരിപാടിയുടെ ഉദ്ഘാടനം നടന്നു. പ്രശസ്ത സിനിമാ താരവും എഴുത്തുകാരനുമായ മധുപാൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വാർഷിക പരിപാടിയുടെ ചെയർമാൻ വി നാരായണൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. സംഗീത നാടക അക്കാദമി മെമ്പർ രാജ്മോഹൻ നീലേശ്വരം, KV സുധാകരൻ,
മുൻ MLA C കൃഷ്ണൻ, V കുഞ്ഞികൃഷ്ണൻ, C ജയ, K രവി, P സജിത്, K സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കലോത്സവ പ്രതിഭകളുടെ പ്രതിഭാ സംഗമവും ഗോൾഡൻ തിയേറ്റർ പയ്യന്നൂർ അവതരിപ്പിച്ച NN പിള്ളയുടെ നാടകം ഗുഡ് നൈറ്റും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കല്യാശ്ശേരി മണ്ഡലത്തിൽ ഔഷധഗ്രാമം 2ാം ഘട്ട പദ്ധതിയുടെ ഭാഗമായി കൃഷി ചെയ്ത കുറുന്തോട്ടി കൃഷിയിൽ 2ാം ഘട്ടത്തിലും 100 ഏക്കറിൽ 100 മേനി. കുറുന്തോട്ടിയുടെ വിളവെടുപ്പ് M വിജിൻ MLA നിർവഹിച്ചു. സംസ്ഥാന സർക്കാർ നമ്മൾ അംഗീകരിച്ചു. ഏറ്റവും മികച്ച പ്രൊജക്ടിനുള്ള ഔഷധ ഗ്രാമം എന്ന ഈ പദ്ധതിക്ക് മികച്ച ജൈവ കാർഷിക പദ്ധതിയായി സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ കൃഷി വകുപ്പിന്റെ ഏറ്റവും വലിയ അംഗീകാരം, ആ സംസ്ഥാനത്ത് നൽകുന്ന ഏറ്റവും വലിയ അംഗീകാരം അത് കല്യാശ്ശേരി മണ്ഡലത്തിന് ലഭ്യമാകുകയും ചെയ്തു. അന്ന് നമുക്ക് അവാർഡും അതോടൊപ്പം തന്നെ 5 ലക്ഷം രൂപയും നൽകിയതാണ്. 5 ലക്ഷം നമ്മളിപ്പോ ജില്ലാ കളക്ടറുടെ അക്കൗണ്ടിൽ നമ്മൾ വെച്ചിരിക്കുകയാണ്. ഏഴോം പഞ്ചായത്തിലെ പാറമലയിൽ നടന്ന ചടങ്ങിൽ ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു. കല്യാശ്ശേരി ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സതീഷ് കുമാർ K റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഏഴോം കൃഷിഭവൻ കൃഷി ഓഫീസർ ബുഷ്ര PT, PP രതീഷ്, രജീഷ് K, PP രാജേഷ്, സന്ദീപ് MV എന്നിവരടങ്ങിയ ഗ്രൂപ്പ് 1 ഏക്കറിൽ ചെയ്ത കൃഷിയുടെ മണ്ഡലതല ഉദ്ഘാടനമാണ് MLA നിർവഹിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗത്തിൽ സ്ട്രോക്ക് യൂണിറ്റ് സ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. ന്യൂറോ മെഡിസിൻ വിഭാഗത്തിൽ 2 പുതിയ ഡോക്ടർമാർ കൂടി ചാർജ് എടുത്തു. ഇതോടെ നിലവിൽ 1 ഡോക്ടർ മാത്രമുണ്ടായിരുന്ന ന്യൂറോളജി വിഭാഗത്തിൽ കൂടുതൽ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാവുകയാണ്. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോ മെഡിസിൻ വിഭാഗത്തിൽ 2 പുതിയ ഡോക്ടർമാർ കൂടി ചാർജ് എടുത്തു. ഇതോടെ നിലവിൽ 1 ഡോക്ടർ മാത്രമുണ്ടായിരുന്ന ന്യൂറോളജി വിഭാഗത്തിൽ കൂടുതൽ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാവുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് സ്ഥലമാറ്റം ലഭിച്ചു വന്ന അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ B സ്മിത ന്യൂറോ മെഡിസിൻ വിഭാഗത്തിന്റെ മേധാവിയായി ചുമതലയേറ്റു. ചൊവ്വ വ്യാഴം ദിവസങ്ങളിലാണ് ന്യൂറോളജി വിഭാഗം OP പ്രവർത്തിച്ചു വരുന്നത്. താമസിയാതെ തന്നെ IP ചികിത്സ ആരംഭിക്കുവാനും തീരുമാനമായിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. 2.5 പതിറ്റാണ്ടിന് ശേഷം നടക്കുന്ന തൃക്കരിപ്പൂർ രാമവില്യം കഴകം പെരുങ്കളിയാട്ടത്തിൽ അരങ്ങിലെത്തുന്ന പ്രധാന ദേവതകളായ പടക്കത്തി ഭഗവതിയുടെയും ആര്യക്കര ഭഗവതിയുടെയും തിരുമുടിക്കുള്ള കവുങ്ങെഴുന്നള്ളിക്കൽ നടന്നു. തിങ്കളാഴ്ച രാവിലെയോടെ പുലിയന്നൂരിലെ താഴത്ത് വീട്ട് തറവാട്ട് വളപ്പിൽ നിന്നുമാണ് കവുങ്ങ് മുറിച്ചെടുത്ത് രാമവില്യം കഴകത്തിലെത്തിച്ചത്. പെരുങ്കളിയാട്ടത്തിന്റെ അനുബന്ധ ചടങ്ങുകളിൽ പ്രാധാന്യമുള്ള കവുങ്ങെഴുന്നള്ളിക്കലിനായി ഞായറാഴ്ച ആചാരസ്ഥാനികരുടെ നേതൃത്വത്തിൽ 100 കണക്കിന് ബാല്യക്കാർ ഉൾപ്പെടുന്ന സംഘമാണ് പുലിയന്നൂരിലെത്തിയത്. തിങ്കളാഴ്ച രാവിലെ 6:30 ശേഷമുള്ള ശുഭമുഹൂർത്തത്തിലാണ് കവുങ്ങുകൾ മുറിച്ചെടുത്തത്. തുടർന്ന് ആരവത്തോടെ ബാല്യക്കാരുടെ നേതൃത്വത്തിൽ നിലം തൊടാതെ ചുമലിലേറ്റി തിങ്കളാഴ്ച ഉച്ചയോടെ കഴകത്തിലെത്തിക്കുകയായിരുന്നു. രാമവില്യം കഴകത്തിന്റെ കീഴ്ഘടക കാവുകളിൽ നിന്നും അറകളിൽ നിന്നുമെത്തിയ 100 കണക്കിന് ബാല്യക്കാർ കുത്തനെയുള്ള കയറ്റിറക്കങ്ങളിലും വിവിധ ഗ്രാമവീഥികളിലും ഗോവിന്ദ ഗോവിന്ദ മന്ത്രണത്തിൽ ആചാരാനുഷ്ഠാനങ്ങളോടെയാണ് ചുമലിലേറ്റിയ കവുങ്ങുകൾ രാമവില്യം കഴകത്തിന്റെ തിരുനടയിലെത്തിച്ചത്. 1000-ൽ പരം പേർക്ക് ഭക്ഷണ വിതരണവും തുടർന്ന് നടന്നു. മാർച്ച് 5 മുതൽ 12 വരെ നടക്കുന്ന പെരുങ്കളിയാട്ടത്തിനുള്ള ഒരുക്കങ്ങൾ വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്നുവരികയാണ്. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. സന്നിധി ലക്ഷ്യമാക്കി സ്കൂട്ടർ നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് യാത്രികൻ മരിച്ചു. പാണപ്പുഴ മൂടേങ്ങയിലെ എടാടൻ വീട്ടിൽ പ്രഭാകരനാണ് മരിച്ചത്. തിങ്കളാഴ്ച പുലർച്ചെ വെള്ളോറ UP സ്കൂളിന് സമീപത്തായിരുന്നു അപകടം നടന്നത്. വെള്ളോറ UP സ്കൂളിന് സമീപം നിയന്ത്രണം വിട്ട സ്കൂട്ടർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച്
യാത്രികൻ മരണപ്പെട്ടു. പാണപ്പുഴ മുടങ്ങയിലെ എടാടൻ വീട്ടിൽ പ്രഭാകരനാണ് മരണപ്പെട്ടത്. തിങ്കളാഴ്ച പുലർച്ചെയോടെയാണ് അപകടം നടന്നത്. വീട്ടിൽ നിന്ന് റബ്ബർ ടാപ്പിങ്ങിനായി പറമ്പിലേക്ക് പോകും വഴിയാണ് അപകടം സംഭവിച്ചത്. ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഉഷയാണ് ഭാര്യ, വൃന്ദ, വിധു എന്നിവർ മക്കൾ. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ജനകീയ കൂട്ടായ്മയിൽ സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് സമാഹരിക്കുന്നതിനായി അച്ചാർ ചലഞ്ചുമായി കണ്ടോത്ത് ഇലഞ്ഞിത്തറ ഫ്രണ്ട്സ്. പ്രവർത്തകരുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായി 1000 ബോട്ടിൽ അച്ചാറാണ് തയ്യാറാക്കപ്പെടുന്നത്. കണ്ടോത്തിന്റെ കായിക കലാ സാംസ്കാരിക രംഗത്ത് 10 വർഷത്തിലധികമായി പ്രവർത്തിച്ചു വരുന്ന കണ്ടോത്ത് ഇലഞ്ഞിത്തറ ഫ്രണ്ട്സ് ആണ് കണ്ടോത്ത് ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്ര കളിയാട്ടത്തോടനുബന്ധിച്ച് അച്ചാർ ചലഞ്ചുമായി മുന്നോട്ട് വന്നത്. വിദ്യാർത്ഥികളും വനിതകളും അടക്കം 50ഓളം പ്രവർത്തകരുടെ കൂട്ടായ്മയാണ് ഈ ദൌത്യത്തിനുള്ളത്. 400 കിലോഗ്രാം പച്ചമാങ്ങയും അതിനനുസരിച്ചുള്ള മറ്റു ചേരുവകളും ഉപയോഗിച്ചാണ് അച്ചാർ നിർമ്മാണം. പയ്യന്നൂർ മുനിസിപ്പാലിറ്റി പരിധിയുള്ള നിർദ്ധനായ കുടുംബങ്ങൾക്ക് വേണ്ടി ഫണ്ട് സ്വരൂപിക്കുന്ന ഈ പരിപാടി നടത്തുന്നത്. കണ്ടോത്ത് തന്നെ ഏറ്റവും നല്ല പാചകക്കാരനായ വട്ടുകോൾ ശശിയാണ് ഈ ഒരു അച്ചാർ ചലഞ്ചിന് നേതൃത്വം നൽകുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു സദുദ്യമത്തിൽ നല്ല രീതിയിൽ പങ്കാളികളാവുക. 1000 ബോട്ടിൽ അച്ചാറാണ് തയ്യാറാക്കപ്പെടുന്നത്. പാചക മേഖലയിൽ നിരവധി വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് കൂടിയായ VK ശശികുമാറിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ നടന്നുവരുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം പൂരക്കളി മത്സരത്തിൽ വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ A ഗ്രേഡ് നേടി. ശ്യാം പ്രസാദ് അന്നൂരാണ് വിദ്യാർത്ഥികളെ പരിശീലിപ്പിച്ചത്. പഴയങ്ങാടി എരിപുരത്ത് പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് മറിഞ്ഞത് KSTP റോഡിൽ ഗതാഗത തടസ്സമുണ്ടാക്കി. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ക്രെയിൻ ഉപയോഗിച്ചാണ് വാഹനം ഉയർത്തിയത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിൽ പഴയങ്ങാടി എരിപുരം ഇറക്കത്തിൽ പിക്കപ്പ് വാൻ മറിഞ്ഞത് ഏറെ നേരം ഗതാഗതക്കുരുക്കിന് കാരണമായി. ഗുജറാത്ത് രജിസ്ട്രേഷൻ പിക്കപ്പ് വാൻ കോഴിക്കോട് ചരക്കിറക്കിയതിനു ശേഷം മംഗലാപുരം ഭാഗത്തേക്ക് പോവുകയായിരുന്നു. വാഹനത്തിലുണ്ടായിരുന്ന ഡ്രൈവറും സഹായിയും വലിയ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. പഴയങ്ങാടി പോലീസും സ്ഥലത്തെത്തിയിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മാലിന്യമുക്തം നവകേരളം വലിച്ചെറിയൽ മുക്തവാരം സ്വച്ഛ് സർവേക്ഷൻ 2024-25 ക്യാമ്പയിന്റെ ഭാഗമായി പയ്യന്നൂർ കോളേജ് NSS യൂണിറ്റ് ബോധവൽക്കരണ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഷേണായ് സ്ക്വയറിൽ വെച്ച് നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ നഗരസഭ മാലിന്യമുക്ത നവകേരളം വലിച്ചെറിയൽ മുക്തവാരം സ്വച്ഛ് സർവേക്ഷൻ 2024-25 ക്യാമ്പയിന്റെ ഭാഗമായി പയ്യന്നൂർ കോളേജ് NSS യൂണിറ്റ് 11 വളണ്ടിയർമാർ മാലിന്യമുക്ത നവകേരളത്തിനായി കൈകോർക്കാമെന്ന സന്ദേശമുയർത്തി ബോധവൽക്കരണ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഷേണായ് സ്ക്വയറിൽ വെച്ച് നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത്. 2025 മാർച്ച് 30 കേരള സംസ്ഥാനത്തെ സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും
എല്ലാ സന്നദ്ധ സംഘടനകളെയും നാട്ടുകാരുടെയും സഹകരണത്തോടുകൂടി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി സജിത അധ്യക്ഷത വഹിച്ചു. ശുചിത്വ മിഷൻ YP ഹൃദ്യമോൾ ഹരീന്ദ്രൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, സ്ഥിരം സമിതി അധ്യക്ഷ TP സമീറ, കൗൺസിലർ T ദാക്ഷായണി, ക്ലീൻ സിറ്റി മാനേജർ PP കൃഷ്ണൻ, NSS യൂണിറ്റ് 11 സെക്രട്ടറി ജിബിൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പയ്യന്നൂർ ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കോൽക്കളി അരങ്ങേറ്റം നടത്തി. മഹാദേവ ഗ്രാമത്തിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും പത്മശ്രീ നാരായണൻ പെരുവണ്ണാൻ നിർവഹിച്ചു. പയ്യന്നൂർ ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ കോൽക്കളി ചരടുകുത്തിക്കളി അരങ്ങേറ്റം നടത്തി. പരിപാടിയുടെ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും പത്മശ്രീ നാരായണൻ പെരുവണ്ണാൻ നിർവഹിച്ചു. ആദ്യം കളരിത്തൊഴലിനു ശേഷം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ സേവകളിക്കു ശേഷമാണ് കുട്ടികൾ അരങ്ങേറ്റത്തിനായി എത്തിയത്. ചരിത്രാതീത കാലം മുതൽ തന്നെ നമ്മുടെ പുരാണ ഇതിഹാസങ്ങൾ തന്നെ ഏറെ ശ്രദ്ധേയമായ ഒന്നാണ്. കൗരവരെയും പാണ്ഡവരെയും വനവാസകാലത്ത് പഠിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം മഹാഭാരത കാലം മുതലേ ഇതിന് പേര് കേട്ട ഒന്നാണ് ഈ കോൽക്കളി എന്ന് പറയുന്നത്. അങ്ങനെ പൈതൃകം പേരുന്ന, അങ്ങനെ പുകൾപ്പറ്റ ഒരു കളിയെ, ഒരു കലാരൂപത്തെ നമ്മുടെ അധികൃതർ മറന്നുപോകുന്നു എന്നുള്ളതാണ്. ചടങ്ങിൽ വെച്ച് VP ബാലഗംഗാധരൻ, കോൽക്കളി ഗുരുക്കന്മാരായ EA കൃഷ്ണൻ, PK കൃഷ്ണൻ, കലിയന്തിൽ മാധവൻ എന്നിവരെ ആദരിച്ചു. ചടങ്ങിൽ U നാരായണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. P രവീന്ദ്രൻ, VP ബാലഗംഗാധരൻ, OC മോഹൻരാജ്, KV പ്രഭാകരൻ, A യുക്തി, VP രാജേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പയ്യന്നൂർ നഗരസഭ ആതിഥ്യമരുളുന്ന 3ാമത് പയ്യന്നൂർ സാഹിത്യോത്സവത്തിന്റെ രജിസ്ട്രേഷൻ ഉദ്ഘാടനം നടന്നു. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത മലയാള ഭാഷാ പാഠശാല ഡയറക്ടർ TP ഭാസ്കര പൊതുവാൾക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ നഗരസഭ ആതിഥ്യമരുളുന്ന 3ാമത് പയ്യന്നൂർ സാഹിത്യോത്സവത്തിന്റെ രജിസ്ട്രേഷൻ ഉദ്ഘാടനം മലയാള ഭാഷാ പാഠശാലയിൽ വച്ചു നടന്നു. നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പന്റെ അധ്യക്ഷതയിൽ പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത മലയാള ഭാഷാ പാഠശാല ഡയറക്ടർ TP ഭാസ്കര പൊതുവാൾക്ക് നൽകിക്കൊണ്ട് രജിസ്ട്രേഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ 3ാമത്തെ വർഷത്തെ സാഹിത്യം ഈ മാസം 16 മുതൽ 19 വരെയുള്ള തീയതികളിൽ നടക്കുകയാണ്. നഗരസഭാ കൌൺസിലർമാരായ T വിശ്വനാഥൻ, M പ്രസാദ്, C ജയ, TP സമീറ, വസന്ത രവി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. സാഹിത്യവും മലയാള സാഹിത്യത്തിലൂടെയുള്ള രജിസ്ട്രേഷൻ അതിന്റെ ഔപചാരികമായി തൃക്കരിപ്പൂർ ബീരിച്ചേരി റെയിൽവേ ഗേറ്റ് പരിസരത്ത് 4 വർഷമായി പ്രവർത്തിച്ചു വരുന്ന മത്സ്യവിപണന കേന്ദ്രം തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്ന് ഉടമകളും മത്സ്യവിതരണ തൊഴിലാളി യൂണിയൻ ഭാരവാഹികളും വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചാണ് കട പ്രവർത്തിക്കുന്നതെന്നും വ്യാജ ആരോപണങ്ങളാണ് കേന്ദ്രത്തിനെതിരെ ചിലർ ഉന്നയിക്കുന്നതെന്നും അവർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം തൃക്കരിപ്പൂർ പഞ്ചായത്തിന് മുന്നിൽ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുള്ള സമരമാണെന്ന് സ്ഥാപന ഉടമകൾ പറഞ്ഞു. 8 തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ബീരിച്ചേരിയിലെ മത്സ്യവിപണന കേന്ദ്രം ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ചിലർ ചേർന്ന് മനഃപൂർവ്വം അടപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വകുപ്പ്, മലിനീകരണ നിയന്ത്രണ ബോർഡ് എന്നിവയുടെ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചാണ് ബീരിച്ചേരിയിൽ കട പ്രവർത്തിക്കുന്നത്. ശാസ്ത്രീയ പരിശോധനകൾ കഴിഞ്ഞ ശേഷമാണ് ലൈസൻസ് ലഭിച്ചത്. ഇനി ഈ കട തുറക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് കട അടപ്പിക്കുമ്പോൾ ഏകദേശം 2 ലക്ഷം രൂപയുടെ മത്സ്യങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അത് വിൽക്കാനുള്ള സാവകാശം പോലും അനുവദിക്കാതെയാണ് പഞ്ചായത്ത് അംഗവും കൂടെയുള്ളവരും പെരുമാറിയതെന്നും അവർ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന ഘട്ടത്തിലാണ് തങ്ങൾ കോടതിയെ സമീപിച്ചതെന്നും സ്ഥാപന ഉടമകൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച മത്സ്യവിപണന കേന്ദ്രം അടിച്ചു തകർക്കുകയും ഉപകരണങ്ങൾ കേടുവരുത്തുകയും ഇതിൽ 40,000 രൂപയുടെ നഷ്ടമുണ്ടായതായും അവർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ മത്സ്യവിപണന കേന്ദ്രം ഉടമകളായ P മഹമ്മൂദ്, B ജാഫർ, PK കമറുദ്ദീൻ, മത്സ്യവിതരണ തൊഴിലാളി ഫെഡറേഷൻ STU സംസ്ഥാന സെക്രട്ടറി സാഹിർ പാലക്കൽ, VK അർഷാദ് എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. യുണീക് ഒക്കാനിശ്ശേരിയുടെ 40ാം വാർഷികത്തോടനുബന്ധിച്ച് ഷട്ടിൽ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. PV പ്രസാദ് സ്മാരക ഷട്ടിൽ ടൂർണമെന്റ് പയ്യന്നൂർ പോലീസ് ഇൻസ്പെക്ടർ ശ്രീഹരി KP ഉദ്ഘാടനം ചെയ്തു.
പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇവിടുന്ന് ഇപ്പോൾ അറിയാൻ വേണ്ടി കഴിഞ്ഞത് 40ാമത്തെ വാർഷികം ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയ സംഭവമാണ്. ഈ സമൂഹത്തിലെ ആബാല വൃദ്ധം ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ 40 വർഷക്കാലം ഈ ക്ലബിന് ഇവിടെ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ പല സ്ഥലങ്ങളിലും പല പല ക്ലബ്ബുകൾ രൂപപ്പെടാറുണ്ടെങ്കിലും ഇതുപോലെ തുടർന്ന് എല്ലാവരുടെയും പിന്തുണ ഉറപ്പിച്ചുകൊണ്ട് 40 വർഷം PV പ്രസാദ് സ്മാരക ഷട്ടിൽ ടൂർണമെന്റ് പയ്യന്നൂർ പോലീസ് ഇൻസ്പെക്ടർ ശ്രീഹരി KP ആണ് ഉദ്ഘാടനം ചെയ്തത്. ടി വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു. KU വിജയകുമാർ, MK രാജൻ, NP ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു. KV പത്മനാഭൻ, KV സത്യനാഥൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. യുണീക് കൊക്കാനിശ്ശേരിയുടെ 40ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഷട്ടിൽ ടൂർണമെന്റിൽ 2B സ്പോർട്സ് A ടീം കോത്തായിമുക്ക് 1ാം സ്ഥാനവും അനന്തുവാൻ നിഖിൽ 2ാം സ്ഥാനവും നേടി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള പ്രദേശ് കർഷക കോൺഗ്രസ് കല്യാശ്ശേരി മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ പഴയങ്ങാടി വ്യാപാര വ്യവസായി ഏകോപന സമിതി ഓഡിറ്റോറിയത്തിൽ നടന്നു. മുൻ കണ്ണൂർ കോർപ്പറേഷൻ മേയർ TO മോഹനൻ ഉദ്ഘാടനം ചെയ്തു. കേരള പ്രദേശ് കർഷക കോൺഗ്രസ് കല്യാശ്ശേരി നിയോജക മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ പഴയങ്ങാടി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഓഡിറ്റോറിയത്തിൽ നടന്നു. മുൻ കണ്ണൂർ കോർപ്പറേഷൻ മേയർ TO മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് കാർഷിക മേഖലയ്ക്ക് എന്തു പ്രാധാന്യമാണ് ഗവൺമെന്റ് കൊടുക്കുന്നത് എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. കർഷകർക്ക് പല ആനുകൂല്യങ്ങളും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ ആനുകൂല്യങ്ങളുമില്ല എന്ന് മാത്രമല്ല പൂർണ്ണമായ അവഗണനയുമാണ്. ഏത് കർഷകരായാലും ഇപ്പൊ ഞാൻ നേരത്തെ ഉപരിയായിട്ട് സംസാരിക്കുന്നു കർഷകർക്ക് കർഷക മേഖല ഒരു കാലത്ത് കണ്ണൂർ ജില്ലയിൽ പ്രത്യേകിച്ച് കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ നിയോജക മണ്ഡലം കർഷക കോൺഗ്രസ് പ്രസിഡന്റ് കരയാപ്പത്ത് ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ KC വിജയൻ, ജോസ് പൂമല, K കുമാരൻ, ജോയി ചൂട്ടാട്, AK ഉത്തമൻ, ഗീത M, രശ്മി M തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പുരോഗമന കലാസാഹിത്യ സംഘം പള്ളിക്കോവൽ, പാലക്കുന്ന് യൂണിറ്റുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ MT അനുസ്മരണം സംഘടിപ്പിച്ചു. പ്രശസ്ത സാഹിത്യകാരൻ CV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പുരോഗമന കലാസാഹിത്യ സംഘം പള്ളിക്കോവൽ, പാലക്കുന്ന് യൂണിറ്റുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ MT അനുസ്മരണം സംഘടിപ്പിച്ചു. കരിവെള്ളൂർ രക്തസാക്ഷി നഗറിലാണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. MT എന്ന അനുഭവം എന്ന് പേരിട്ട പരിപാടി പ്രശസ്ത സാഹിത്യകാരൻ CV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ TV നിശാന്ത് അധ്യക്ഷനായി. MT സ്ഥലകാല സമീക്ഷ എന്ന വിഷയത്തിൽ EP രാജഗോപാലനും MTയുടെ ചലച്ചിത്രാഖ്യാനങ്ങൾ എന്ന വിഷയത്തിൽ ഡോക്ടർ ജിനേഷ് കുമാർ എരമവും വിഷയങ്ങൾ അവതരിപ്പിച്ചു. MTയുടെ ചലച്ചിത്രങ്ങളിലെ ഗാനാലാപനം സ്നേഹ ദീപക് നിർവഹിച്ചു. M ശശിമോഹനൻ, ശോഭ കല്ലത്ത് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഉദിനൂർ സൗത്ത് ഇസ്ലാമിയ LP സ്കൂൾ ശതാബ്ദി ആഘോഷ ഭാഗമായി പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികളുടെ ടീമുകളെ പങ്കെടുപ്പിച്ചുള്ള ഉത്തരമേഖലാ ഫുട്ബോൾ ടൂർണമെന്റ് ഫൈനലിൽ പള്ളിക്കര സെന്റ് മേരീസ് സ്കൂൾ ടീമും തൃക്കരിപ്പൂർ സെന്റ് പോൾസ് UP സ്കൂൾ ടീമും തമ്മിൽ ഏറ്റുമുട്ടും. 12 വയസ്സിൽ താഴെയുള്ള വിദ്യാർത്ഥികളുടെ 9 സ്കൂൾ ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുത്തത്. ജേതാക്കളാകുന്ന ടീമിന് 10,000 രൂപ പ്രൈസ് മണിയാണ് സമ്മാനിക്കുന്നത്. ഉദിനൂർ സൗത്ത് ഇസ്ലാമിയ സ്കൂൾ ഗ്രൗണ്ടിൽ ടൂർണമെന്റ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം ചെയ്തു. 10,000 രൂപ പ്രൈസ് മണിക്ക് വേണ്ടിയുള്ള ഉത്തരമേഖല അണ്ടർ-12 ഫുട്ബോൾ ടൂർണമെന്റാണ്. മറ്റു കുട്ടികളെ ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ മത്സരം ഇവിടെ സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ മത്സരത്തിന്റെ ഇവിടെ തന്നെ ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ തന്നെ ഒരു ജനകീയ ആവേശമായി കണ്ടുകൊണ്ട് തന്നെയാണ് ഇവിടെ എല്ലാവരും വന്നിട്ടുള്ളത്. അതുകൊണ്ട് വീട്ടിൽ പറയാൻ ആഗ്രഹിക്കുന്ന സമയം ഏകദേശം 5 മണി അടുത്തിരിക്കുന്നു. കുട്ടികളുടെ മത്സരം നടക്കണം. സ്കൂൾ മാനേജർ AB മുസ്തഫ ഹാജി, യൂണിക് ചെയർമാൻ AK കുഞ്ഞബ്ദുള്ള ഹാജി, T അബ്ദുള്ള മാസ്റ്റർ, സ്കൂൾ പ്രധാനാധ്യാപകൻ AC അത്താവുള്ള, PV അനിൽകുമാർ, TS നജീബ്, VPM അബ്ദുൽ റഹീം തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ടീം വലിയപൊയിൽ വാട്സപ്പ് കൂട്ടായ്മ അമ്പലത്തറ സ്നേഹാലയത്തിലേക്ക് ഭക്ഷ്യസാധനങ്ങൾ എത്തിച്ചു. TV ബാലകൃഷ്ണൻ മാസ്റ്റർ ഫ്ലാഗ് ഓഫ് ചെയ്തു.
ടീം വലിയപ്പോയിൽ വാട്സപ്പ് കൂട്ടായ്മ കാഞ്ഞങ്ങാട് അമ്പലത്തറ സ്നേഹാലയത്തിലേക്ക് ഭക്ഷ്യധാന്യങ്ങൾ നൽകി. കൊടക്കാട് വലിയപ്പോയിൽ നിന്നും പുറപ്പെട്ട വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് TV ബാലകൃഷ്ണൻ മാസ്റ്റർ നിർവഹിച്ചു. നാട്ടുകാരിൽ നിന്നും സ്വരൂപിച്ച ഭക്ഷ്യധാന്യങ്ങളാണ് ഇത്തവണ എത്തിച്ചത്. നിരവധി ചികിത്സാ സഹായങ്ങളും ഈ കൂട്ടായ്മ നൽകി വരുന്നുണ്ട്. AK വിജയൻ, ലോഹിതദാസൻ, സിദ്ദിഖ് T, പ്രകാശൻ K, ഉണ്ണികൃഷ്ണൻ T, സുരേഷ്, ഷാജി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സും ഗ്രാമസഭയും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ മേഖലകളിൽ കഴിവു തെളിയിച്ചവർക്കുള്ള അനുമോദനവും ഗ്രാമസഭയും സംഘടിപ്പിച്ചു. പെരളം LP സ്കൂളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. അതുപോലെ ഇന്ന് ഈ വാർഡിന്റെ അഭിമാന താരങ്ങളായി മാറിയവരാണ് ഇവിടെ ആദരിക്കപ്പെടുന്നത്. സ്കൂൾ കലോത്സവത്തിൽ 5 ഇനങ്ങളിലും പങ്കെടുത്ത 5 ഇനങ്ങളിലും A ഗ്രേഡ് നേടിയ നമ്മുടെ വാർഡിന്റെ പഞ്ചായത്തിന്റെ അഭിമാനമായ അരുണിമ, അതുപോലെ മികച്ച ഗ്രന്ഥശാല പ്രവർത്തനം നടത്തിവരുന്ന ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട വായനയുടെ അംബാസിഡറുമായി പ്രവർത്തിക്കുന്ന നമ്മുടെ നാരായണൻ മാസ്റ്റർ, വൈക്കത്ത് നാരായണൻ മാസ്റ്റർ, GD മാസ്റ്റർ പുരസ്കാരമാണ് നേടിയത്. ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന വ്യക്തിയുടെ പേരിലുള്ള ബേംബു സ്മാരക വായനശാല ആദ്യത്തെ വായനശാലയാണ്. അതിന്റെ പേരിലുള്ള പുരസ്കാരമാണ് മാഷ്ക്ക് നേടാൻ സാധിച്ചിട്ടുള്ളത്. ചടങ്ങിൽ C ബാലകൃഷ്ണൻ അധ്യക്ഷനായി. പ്രഥമ GD മാസ്റ്റർ പുരസ്കാരം നേടിയ വൈക്കത്ത് നാരായണൻ മാസ്റ്റർ, സെറിബൽ പാൾസി രോഗത്തോട് പൊരുതി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ അക്ഷിത, കാർഷിക സർവകലാശാല മാടക്കത്തറ ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് അവാർഡ് കരസ്ഥമാക്കിയ AV നാരായണൻ, ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ മത്സരിച്ച 5 ഇനങ്ങളിലും A ഗ്രേഡ് കരസ്ഥമാക്കിയ അരുണിമ RK എന്നിവരെയാണ് മൊമന്റോ നൽകി അനുമോദിച്ചത്. PV രമേശൻ, C പ്രിയ, AV രമണി, V തമ്പാൻ, RK രാഹുൽ, ചന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. KSKTU കരിവെള്ളൂർ നോർത്ത് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ചെറുപയർ വിത്തിറക്കലും മധുരക്കിഴങ്ങ് നടീലും നടന്നു. കൂക്കാനം മാതമണൽ വയലിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. KSKTU കരിവെള്ളൂർ നോർത്ത് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ചെറുപയർ വിത്തിറക്കലും മധുരക്കിഴങ്ങ് നടീലും നടന്നു. കൂക്കാനം മാതമണൽ വയലിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചെറുപയർ വിത്തിറക്കലിന്റെ ഉദ്ഘാടനം KSKTU പയ്യന്നൂർ ഏരിയ സെക്രട്ടറി P രമേശനും മധുരക്കിഴങ്ങ് നടീൽ ഉദ്ഘാടനം CPIM കരിവെള്ളൂർ നോർത്ത് ലോക്കൽ സെക്രട്ടറി VV പ്രദീപനും നിർവഹിച്ചു. ചടങ്ങിൽ K ഗോവിന്ദൻ അധ്യക്ഷനായി. വിജയകുമാർ മാസ്റ്റർ, P കൃഷ്ണൻ, K ദിനേശൻ, TV രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. കുളപ്പുറം മുറന്നിടത്ത് ചാലിലെ ദേശീയപാത നിർമ്മാണ തൊഴിലാളികൾ താമസിക്കുന്ന മെഗാ കൺസ്ട്രക്ഷൻസ് ക്യാമ്പിലെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ക്യാമ്പിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. മാർച്ച് M വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. സെൻട്രൽ ആർട്സ് വെള്ളൂരിന്റെ 45ാം വാർഷികത്തിന്റെ ഭാഗമായി 1 വർഷം നീണ്ടു നിൽക്കുന്ന വാർഷിക പരിപാടിക്ക് തുടക്കമായി. പ്രശസ്ത സിനിമാ താരവും എഴുത്തുകാരനുമായ മധുപാൽ ഉദ്ഘാടനം നിർവഹിച്ചു. കല്യാശ്ശേരി മണ്ഡലത്തിൽ ഔഷധഗ്രാമം 2ാം ഘട്ടം പദ്ധതിയുടെ ഭാഗമായി കൃഷി ചെയ്ത കുറുന്തോട്ടി കൃഷിയിൽ 2ാം ഘട്ടത്തിലും 100 ഏക്കറിൽ 100 മേനി. കുറുന്തോട്ടിയുടെ വിളവെടുപ്പ് M വിജിൻ MLA നിർവഹിച്ചു. 2.5 പതിറ്റാണ്ടിന് ശേഷം നടക്കുന്ന തൃക്കരിപ്പൂർ രാമവില്യം കഴകം പെരുങ്കളിയാട്ടത്തിൽ അരങ്ങിലെത്തുന്ന പ്രധാന ദേവതകളായ പടക്കത്തി ഭഗവതിയുടെയും ആര്യക്കര ഭഗവതിയുടെയും തിരുമുടിക്കുള്ള കവുങ്ങെഴുന്നള്ളിക്കൽ നടന്നു. തിങ്കളാഴ്ച രാവിലെയോടെ പുലിയന്നൂരിലെ താഴത്ത് വീട് തറവാട്ട് വളപ്പിൽ നിന്നുമാണ് കവുങ്ങ് മുറിച്ചെടുത്ത് രാമവില്യം കഴകത്തിൽ എത്തിച്ചത്. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.